അവരുടെ തലകളുണ്ടല്ലോ ഒട്ടകത്തിന്റെ പൂഞ്ഞുകളെ പോലെ കെട്ടിവെച്ചിരിക്കുന്ന തലയുടെ ഉടമസ്ഥരാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞകൾ പോലെ തല കെട്ടിവെച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ചില സഹോദരിമാർ ഷാളിന്റെ അടിയിൽ കൂടെ കൈയേറ്റി നമ്മക്കിട്ട് മണിയാരടി എന്ന് പറയുന്നത് കളിച്ചെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ആ മോഡൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഫ്രണ്ടൊക്കെ കണ്ടാൽ ഇങ്ങനെ ഇവിടെയൊക്കെ മറിച്ച് ഇവിടെയൊക്കെ സൂചി പിന്നൊക്കെ കുത്തി നല്ല ഇതായിരിക്കും. പുറകിലിതാ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇരിക്കേണ്ട, നിങ്ങളെ എന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇരിക്കാൻ മാത്രം പഠിച്ചാൽ മതി. നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ പെൺമക്കളും നിങ്ങളുടെ പെങ്ങന്മാരും തന്നെ ഇതായിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും മറ്റാരെ കൂടെ കല്യാണത്തിന് പോകുമ്പോൾ. പുറകെ ഒട്ടകത്തിന്റെ പൂഞ്ഞാന്ന് പറഞ്ഞ ഇതാ. എത്ര സഹോദരിമാർ ഇപ്പൊ അങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ പറയും ഇങ്ങനെ കെട്ടിയാൽ എന്താ കുഴപ്പം, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അങ്ങനെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് തെറ്റുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് എന്തൊരു കാര്യം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് വേണമെന്ന് വാശി പിടിച്ചവർക്കൊക്കെ അതിൻ്റെതായ പരിണിത ഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ ഓർമ്മിക്കണം, വളരെ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ വിഭാഗം സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ തലകെട്ടി വെച്ചിരിക്കുന്നവരാണ്. ഒട്ടകത്തിന്റെ പൂജ പോലെ തന്നെ ഇങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നവരാണ്. അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും അല്ലാഹു കൊടുക്കുകയില്ല. അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും അല്ലാഹു കൊടുക്കുകയില്ല. എന്നെ തലമറക്കുന്നത് പടച്ചവനെ പേടിച്ചിട്ടായിരിക്കുക. അന്യപുരുഷന്മാര് എന്റെ തലമുടി കണ്ടിട്ട് ഔറത്തായ ഭാഗം കണ്ടിട്ട് ഹറാമിലേക്ക് എത്തിപ്പോകാതിരിക്കുക എന്ന നിയത്തോടുകൂടി തലമറക്കാൻ എന്റെ സഹോദരിമാര് മനസ്സിലെക്കുക. നല്ല വൃത്തിയോടെ മറയ്ക്കുക, നല്ല ഭംഗിയോടെ മറയ്ക്കുക. അതല്ലാതെ പുരുഷന്മാര് ശ്രദ്ധിക്കുന്ന രീതിയിൽ തലമറച്ചിട്ട് കാര്യമില്ല. പുരുഷന്മാര് ശ്രദ്ധിക്കുന്ന രീതിയിൽ തലമറച്ചിട്ട് അർത്ഥമില്ല. തങ്ങൾ ഒന്നാമത്തെ വിഭാഗമായി പറഞ്ഞത് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ കെട്ടിങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്ന വിഭാഗമാണ്. സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് അല്ലാഹു കൊടുക്കുകയില്ല. ഇവിടെ നിന്നുകൊണ്ട് 1000 മൈൽ അക്കരേക്ക് യാത്ര ചെയ്തു പോയാൽ അത്രത്തോളം ദൂരം സ്വർഗത്തിന്റെ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ട് അത്രയും അകലത്ത് പോലും ആ പെണ്ണിന് സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുമ്പോൾ എന്റെ സഹോദരിമാരെ, മുത്തായതങ്ങൾ വെറുത്തുപോയ തനിച്ചുപോയ വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടാൻ പാടില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗം സ്ത്രീകളാരെന്നറിയുമോ? നിങ്ങൾക്ക് സ്വർഗമാണെന്ന് പറഞ്ഞ, നിങ്ങൾക്ക് സന്തോഷമാണെന്ന് പറഞ്ഞ, നിങ്ങളാണ് ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ വസ്തു എന്ന് പറഞ്ഞ മുത്തായ തങ്ങൾ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ സംഭവം സ്ത്രീകളാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം വെറുത്തു പോകുന്ന, ഞാൻ കാണരുതേ എന്ന് ദുആ ചെയ്തു പോകുന്ന, എന്റെ കണ്ണുകൊണ്ട് കാണിക്കല്ല റബ്ബേ എന്ന് പടച്ചവനോട് പറഞ്ഞു പോകുന്ന സ്വർഗത്തിന്റെ വാസന പോലും ഒരിക്കലും ലഭിക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ തുറന്നു സമ്മതിച്ച രണ്ടാമത്തെ വിഭാഗം സ്ത്രീകളാരെന്നറിയുമോ? ഞാനും തിരിഞ്ഞും പുരുഷന്മാരെ ശ്രദ്ധിക്കുന്ന രീതിയിൽ നടന്നു പോകുന്ന സ്ത്രീകളാണ്. ഞാനും തിരിഞ്ഞും പുരുഷന്മാരെ ശ്രദ്ധിക്കുന്ന രീതിയിൽ നടന്നു പോകുന്ന സ്ത്രീകളാണ്. അവർക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിന് വിലയില്ല, അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തമില്ല, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വാസന പോലുമില്ല. ഇത് സ്ത്രീകളുടെ നടത്ത എങ്ങനെയാണ്? പുരുഷന്മാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയാ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബികൾ, അവരുടെ ഭാര്യമാർ, അവരുടെ പെൺമക്കളെല്ലാം പുറത്തിറങ്ങേണ്ടി വന്നുപോയ ആളവര് നടന്നിരുന്നത് ഭൂമിയിലേക്ക് കണ്ണു താട്ടിയിട്ട് നോട്ടത്തെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞുവിടാറ് പൂർണ്ണ പൊരുത്തത്തോടെ നടന്നുപോയതായി ചരിത്രം പറയുമ്പോ എന്റെ സഹോദരിമാരെ, ഈ കണ്ണുകളുണ്ടല്ലോ അല്ലാഹുവിന്റെ സ്വർഗം കാണേണ്ടുന്ന കണ്ണുകളാണ്. നമ്മുടെ ശരീരമുണ്ടല്ലോ അല്ലാഹുവിന്റെ സ്വർഗലോകത്തിൽ ഉല്ലസിക്കേണ്ട ശരീരമാണ്. അതല്ലാതെ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറകുകളും കല്ലുകളും പോലെ എന്റെ സഹോദരിമാരെ, ആ വിറകുകളായിട്ട് നിങ്ങളുടെ ശരീരം മാറാൻ അനുവാദം കൊടുത്തുകൂടാ. അല്ലാഹുവേ, ഞങ്ങളെ കാത്തിരക്ഷിക്കല്ലാ. സ്ത്രീകളെയാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ, സ്ത്രീകളെയാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞ, രണ്ടാമത് സ്ത്രീകളെയാണ് എനിക്ക് ജീവിതത്തിലേക്ക് മുന്നിലും ഇഷ്ടമെന്ന് പറഞ്ഞ ആ പെണ്ണിനുള്ള മഹത്വത്തെ പറഞ്ഞ് മുത്തറത്തോല് പറയുകയാണ്, 2 വിഭാഗം സ്ത്രീകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സവിത്ത സ്ത്രീയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരെ മാറില്ലേ, ഈ സരസിരുന്നു കൊണ്ട് തൗബ ചെയ്തോ, ഇനി മരിക്കുന്നതുവരെ ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കൂല. അല്ലാഹ്
ഇനി മരിക്കുന്നത് വരെ കല്യാണത്തിന് പോകുമ്പോ സബ്സിന് പോകുമ്പോ അന്യപുരുഷന്മാരെ കാണുന്ന രീതിയിൽ താനും തെരഞ്ഞ് ഞാൻ നടക്കൂലേ. മതപ്രസംഗത്തിന് വരുമ്പോൾ പോലും കാമുകന്മാര് വിളിച്ചുകൊണ്ട് മൊബൈലിലൂടെ സംസാരിക്കാൻ മനസ്സ് വരും.